നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചും കൂടാതെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നാളെ ശ്രദ്ധിക്കേണ്ട ലെവലുകളെക്കുറിച്ചും ഇനി നാളെ ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്കുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മളിവിടെ പറയുന്നുണ്ട്. ഇതുകൂടാതെ നാളെ നമ്മൾ ഫോക്കസിൽ വെക്കേണ്ട ബ്രേക്ക്ഔട്ട് തന്ന കുറച്ച് സ്റ്റോക്കുകൾ കൂടി ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെയും നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 150 ലൈക്കുകളാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പെയ്ഡ് പ്രീമിയം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തൊട്ട് മുകളിൽ ഇവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നിങ്ങൾക്ക് ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് മാർക്കറ്റ് അവറിൽ തന്നെ പുറത്തു വന്ന ഒരു ഡാറ്റയായിരുന്നു ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ വില കുറഞ്ഞതോടെ മൊത്തവില പണപ്പെരുപ്പം 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. പോസിറ്റീവായിട്ടുള്ള ഒരു ഡാറ്റ ആയിരുന്നിട്ട് കൂടി സെൻസെക്സ് നിഫ്റ്റിയും ഇന്നലെ ഇടിയുകയുണ്ടായി. എന്നാൽ ബാങ്ക് നിഫ്റ്റി ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ മിഡ് ക്യാപ്പ് ആണ് നേട്ടത്തിൽ ക്ലോസ് ചെയ്തത്. കൂടാതെ റുപ്പി എക്കാലത്തെയും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ വീണ്ടും ട്രേഡ് ചെയ്യുന്നത്. ഡോളറിനെതിരെ 84.88 എന്ന നിലയിലാണുള്ളത്. ഇനി 6 ദിവസത്തെ ഇടിവിന് ശേഷം ഇന്ത്യ വിക്സ് ഇന്ന് 7% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. സെക്ടറുകളിൽ ടോപ്പ് പെർഫോമേഴ്സായി മാറിയത് റിയാലിറ്റി ആയിരുന്നു. കൂടാതെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഒബ്രോയ് റിയാലിറ്റി ആയിരുന്നു. സ്റ്റോക്ക് 6% ഉയർന്നു. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി സ്റ്റോക്ക് രാവിലെ 9:45 നമ്മൾ ഗ്രൂപ്പിൽ നമ്മുടെ പെയ്ഡ് ചാനലിൽ നൽകിയിരുന്നതാണ്. ഉച്ചയോടുകൂടി തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനും സാധിച്ചു. ഇന്ന് ശ്രദ്ധേയമായ ചില സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. SUV പോർട്ട്ഫോളിയോയിലെ GST റിലീഫുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ വന്നതോടെ M&Mഉം ഹുണ്ടായി എന്നീ സ്റ്റോക്കുകൾ വലിയ ഇടിവിൽ നിന്ന് കരകയറി. ഇനി മറ്റൊരു വാർത്തയുണ്ടായിരുന്നത് ഡിക്സോണുമായി ബന്ധപ്പെട്ടതായിരുന്നു. വിവോയുമായുള്ള ഒരു ജോയിന്റ് വെഞ്ചറിനെ കുറിച്ചുള്ള വാർത്ത നമ്മൾ ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. ഡിക്സോൺ 8% ഉയരുകയുണ്ടായി. സ്വിഗ്ഗി പോസിറ്റീവ് ബ്രോക്കേജ് നോട്ടിനെ തുടർന്ന് 15% ഉയർന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് പേടിഎമ്മിനെ കുറിച്ചാണ്. പേടിഎം ഒരു വർഷം മുൻപ് വലിയ ഇടിവിലേക്ക് പോയി 350 റേഞ്ചിലേക്കൊക്കെ എത്തിയതാണ്. അതിനുശേഷം 3 വർഷത്തിന് ശേഷം 1000 എന്ന ലെവലിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. സ്റ്റോക്ക് ഇന്നലെ 2% ഉയർന്നു. മറ്റൊരു വാർത്ത വരുന്നത് ഇപ്പോൾ ഫോക്കസിലുള്ള ഒരു IPOനെ കുറിച്ചാണ്. മൊബിക്വിക്ക് ആണ്. മൊബിക്വിക്ക് IPO 125 തവണ ഓവർ സബ്സ്ക്രൈബ് ചെയ്തു. ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോൾ 165 രൂപയിലാണ്. അതായത് 59% പ്രീമിയത്തിലായിരിക്കും ലഭിക്കാൻ സാധ്യതയുള്ളത്. സ്റ്റോക്ക് ഡിസംബർ 18-നാണ് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നത്. ഖനന കമ്പനിയായ വേദാന്ത 2025 സാമ്പത്തിക വർഷത്തിലെ 4ാമത്തെ ഇടക്കാല ലാഭവിഹിതം ഒരു ഇക്വിറ്റി ഷെയറിന് 8.5 രൂപ അംഗീകരിച്ചു. ആകെ 3324 കോടി രൂപയാണ് ഡിവിഡൻഡ് ഇനത്തിൽ കമ്പനി കൊടുക്കുന്നത്. സ്റ്റോക്ക് ന്യൂസുകളിൽ ആദ്യം കോൾ ഇന്ത്യയാണ്. 1209 കോടി രൂപയ്ക്ക് കോൾ ഇന്ത്യ സോളാർ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നു. ഇനി ഈ പദ്ധതിയുടെ വിശദാംശം ഇത്തരത്തിലാണ്. 2027-28 3000 മെഗാവാട്ട് സൗരോർജ്ജം ലക്ഷ്യമിടുന്ന 661 മെഗാവാട്ട് സോളാർ പദ്ധതികളിൽ കോൾ ഇന്ത്യ 1209 കോടി രൂപ നിക്ഷേപിച്ചു. കോൾ ഇന്ത്യയെ സംബന്ധിച്ച് തികച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. അടുത്തത് TT ലിമിറ്റഡ് ആണ്. ഇക്വിറ്റി ഷെയറുകളുടെ വിഭജനത്തിന് ബോർഡ് അംഗീകാരം നൽകി. അടുത്തത് NBCC ആണ്. NBCCക്ക് 490 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. അടുത്തത് പ്രുഡൻഷ്യൽ ഷുഗർ കോർപ്പറേഷൻ രാജസ്ഥാൻ സർക്കാരുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. അടുത്തത് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. കമ്പനിക്ക് സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനിൽ നിന്ന് 37.99 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു റെയിൽവേ സ്റ്റോക്ക് കൂടി ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് RVNL ആണ്. മഹാരാഷ്ട്ര മെട്രോ റെയിൽ കോർപ്പറേഷനിൽ നിന്ന് 270 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. നിഫ്റ്റിയിലേക്ക് 24,668-ൽ 100 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി 24,700-ന് താഴെയായിട്ട് ക്ലോസ് ചെയ്തെങ്കിലും 10-ഡേ EMAയ്ക്ക് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തത് എന്നതൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. 10-ഡേ EMA ഉള്ളത് 24,560 റേഞ്ചിലാണ്. ഒരു ഇമീഡിയറ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് 24,500 മുതൽ 24,550 വരെയുള്ള ലെവൽ തന്നെയാണ്. ഇനി ഇന്നലത്തെ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത് ചെറിയ അപ്പർ ലോവർ വീക്കോട് കൂടിയുള്ള ഒരു ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ആയിരിക്കുന്നത്. അതായത് ഇനിയും ചെറിയ ഡിപ്സ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നർത്ഥം. ഇനി അപ്സൈഡിലെ പോസിബിലിറ്റികൾ നോക്കുകയാണെങ്കിൽ 24,850 ആ ഒരു ലെവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത് ഡിസംബർ 5-ാം തീയതിയിലെ ഒരു ഹൈ ആയിട്ടുള്ള ലെവലാണ്.
ആ ഒരു ലെവൽ ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരുപക്ഷെ 25,000-ലേക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. കുറച്ചുകൂടി താഴേക്ക് വരികയാണെങ്കിൽ 24,300 മുതൽ 350 വരെയുള്ള ലെവലും ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. അടുത്തതായി മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ നിഫ്റ്റിയിലെ നമുക്ക് പരിശോധിക്കാം. ആദ്യം 24,600 സ്ട്രൈക്കിൽ 22% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, 57% വർധനവാണ് കോൾ സൈഡിലുള്ളത്, ഷോർട്ട് ബിൽഡപ്പ് ആണ്. 24,550 സ്ട്രൈക്കിൽ 3% ഇടിവാണ് പുട്ട് സൈഡിൽ കാണുന്നത്, ഒരു ലോങ് അൺവൈൻഡിംഗ് ആണ് ആ സ്ട്രൈക്കിലുള്ളത്. എന്നാൽ 31% വർധനവ് കോൾ സൈഡിൽ കാണാം, ഷോർട്ട് ബിൽഡപ്പ് ആണ്. ഇനി 24,650 സ്ട്രൈക്കിൽ 78% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, 111% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിലും കാണാം. 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സിനാണ് നല്ല ശക്തിയുള്ളത് എന്ന് കാണാം. അടുത്തതായി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം കോൾ സൈഡിൽ 26,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,000 സ്ട്രൈക്കിലും അതിനുശേഷം 25,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000-ആണ്. അതിനുശേഷം 24,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500-ഉമാണ്. ബാങ്ക് നിഫ്റ്റി ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ചാനൽ പാറ്റേണിന്റെ പിവറ്റിന് മുകളിലായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴും കൂടുതൽ പോസിറ്റീവായിട്ട് തോന്നുന്നത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ 54,350 എത്താനുള്ള സാധ്യത കൂടുതലുമാണ്. ഡൗൺ സൈഡിൽ 53,300 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാനും സാധ്യതയുണ്ട്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ബാങ്ക് നിഫ്റ്റിയിൽ 54,000-ലാണ്. അതിനുശേഷം 56,000 സ്ട്രൈക്കിലും അതിനുശേഷം 55,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000-ആണ്. അതിനുശേഷം 52,500 സ്ട്രൈക്കും അതിനുശേഷം 53,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 54,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 53,000-ഉമാണ്. ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ ലഭിക്കുന്നതിനായിട്ട് നല്ല സൈറ്റുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അത്തരത്തിൽ ഒരുപാട് നല്ല പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ ലഭ്യവുമാണ്. അതിൽ തന്നെ നമുക്ക് നല്ലതെന്ന് തോന്നിയ ഒരു സൈറ്റാണ് OI പൾസ്. അപ്പോൾ ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൂടി കൊടുക്കുന്നുണ്ട്. ഇത് റെക്കമെൻഡേഷൻ ഒന്നുമല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപകാരപ്രദമാവാൻ സാധ്യതയുള്ള ഒരു ആപ്പാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇന്ന് നമ്മൾ പറയുന്ന ഒരു സ്വിംഗ് സ്റ്റോക്ക് IT സെഗ്മെന്റിൽ നിന്നുള്ളതാണ്. സ്റ്റോക്കിന്റെ പേര് LTI മൈൻട്രി ആണ്. ഇനി അവരുടെ ഏർണിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടൽ ഇൻകത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ ക്വാർട്ടറിൽ ഒരു വർധനവുണ്ടായിട്ടുണ്ട്. കൂടാതെ FISന്റെ ബൈയിങ്ങും കഴിഞ്ഞ ക്വാർട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ ഉയർന്നിട്ടുണ്ട്. DIS കഴിഞ്ഞ 2 ക്വാർട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു വർധനവാണ് DISന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മോത്തിലാൽ ഹോഷാൽ ഫിനാൻഷ്യൽ സർവീസസ് നവംബർ 29-ാം തീയതി സ്റ്റോക്കിന്റെ ടാർഗറ്റ് 7,400 ഫിക്സ് ചെയ്തിരുന്നു. ഇനി സ്റ്റോക്ക് 6,740 ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഒരു ടാർഗറ്റായി നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയുന്നത് 7,275 രൂപയാണ്. ഏകദേശം 7% മുകളിൽ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ സ്റ്റോക്ക് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. കൃത്യമായി തന്നെ സ്റ്റോക്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.